ഉദുമയിലെ അപകടാവസ്ഥയിലായ വാട്ടർ ടാങ്ക് പൊളിച്ചുമാറ്റുവാൻ നിവേദനം നൽകി. ഉദുമ GLP സ്കൂളിന്റെ സമീപത്ത് വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള ഒരു വാട്ടർ ടാങ്ക് ഏകദേശം 50 വർഷത്തിന്റെ പഴക്കമുള്ളതും 15 വർഷത്തിൽ കൂടുതലായി ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. കോൺക്രീറ്റുകൾ അടർന്ന് തുരുമ്പിച്ച കമ്പികളിൽ കിടക്കുന്ന ടാങ്ക് ഏത് നിമിഷവും നിലം പതിക്കാവുന്ന അവസ്ഥയിലാണ്. കാലവർഷം ആരംഭിച്ചാൽ മഴവെള്ളം ടാങ്കിൽ നിറഞ്ഞാൽ ഭാരം കൂടുവാനും അതുവഴി അപകട സാധ്യത വർദ്ധിക്കുവാനും ഇടയാക്കും. സ്കൂൾ കുട്ടികൾ, വഴിയാത്രക്കാർ, തൊട്ടടുത്ത പള്ളിയിൽ വരുന്നവർ എന്നിങ്ങനെ നിരവധി ആളുകൾ വന്നുപോകുന്ന സ്ഥലമാണിത്. കൂടാതെ റോഡിലേക്ക് മറിഞ്ഞു വീണാൽ കാഞ്ഞങ്ങാട് കാസർഗോഡ് സ്റ്റേറ്റ് ഹൈവേയിലൂടെ ഗതാഗതം തടസ്സപ്പെടാനും സാധ്യതയുണ്ട്. ഏതു സമയത്തും അപകടം വരുവാൻ സാധ്യതയുള്ള ഉപയോഗശൂന്യമായ വാട്ടർ ടാങ്ക് പൊളിച്ചു മാറ്റുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഉദുമ പൗരസമിതിയും PTA കമ്മിറ്റി, ഉദുമ GLP സ്കൂളും ഉമേഷ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായി ഉദുമ MLA, ജില്ലാ കളക്ടർ, വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, RDO കാഞ്ഞങ്ങാട്, ഹൊസ്തൂർ തഹസിൽദാർ, വാട്ടർ അതോറിറ്റി കാഞ്ഞങ്ങാട്, ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഉദുമ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, വാർഡ് മെമ്പർ തുടങ്ങിയ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും നിവേദനം നൽകി. ഒരു 19 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ടാങ്കാണിത്. ഈ സ്കൂളിലെ തന്നെ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. അക്കാലത്തെ ഉള്ള ഒരു ടാങ്കാണ്. നാട്ടുകാർക്ക് വലിയ ഉപകാരമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഞങ്ങളെ സ്കൂളിലെ കുട്ടികൾക്ക് വളരെ ഭീഷണിയായിരിക്കുകയാണ് ഈ ടാങ്ക്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ഇവിടുന്ന് പൊളിച്ചു മാറ്റിയാൽ വലിയൊരു അപകടത്തിൽ നിന്ന് ഞങ്ങളെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ സാധിക്കും.